മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ആരോഗ്യത്തെക്കുറിച്ചും മരുന്നുകളില്ലാത്ത ജീവിത രീതിയെക്കുറിച്ചും വിവരിക്കുന്നത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്ന അത്ഭുതകരമായിട്ടുള്ള അനുഭവമാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തതിൽ നിന്ന് കിട്ടിയത്. ഇനി ഒരു ചെറിയ കാര്യം കൂടി പറയാം. അതുകൂടി ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ആയുർവേദ വിധി പ്രകാരം ഈ 22 അടി നീളമുള്ള കുടലില് എന്തെല്ലാം അവശേഷിക്കുന്നു അത് നീക്കണമെന്നാണ് പ്രധാനമായിട്ട് പറയാറുള്ളത്. മോഡേൺ മെഡിസിൻ പ്രകാരം ഈ 22 അടി നീളമുള്ള കുടലിലേക്ക് എന്തെല്ലാം കടത്തിവിടണമെന്നാണ് പറയുക. ആയുർവേദ വിധി പ്രകാരം കുടലിനകത്തുള്ളത് എന്തെല്ലാം മാറ്റണമെന്നാണ് പറയുന്നത്. മോഡേൺ മെഡിസിൻ പ്രകാരം എന്തെല്ലാം അകത്തേക്ക് കയറ്റി വിടണമെന്നാണ് പറയുക. ഞാൻ എല്ലാവരോടും പറയുന്നു, ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കണം. നമ്മളുടെ ശരീരത്തിന് 2000 കലോറി എനർജി, 2200 കലോറി എനർജി ഉള്ള ഭക്ഷണമാണ് നിലനിൽക്കാൻ വേണ്ടത്. ഇപ്പൊ 40 ഗ്രാം ഓയില് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അതൊരു 1500 കലോറി എനർജി തരും, 1400 കലോറി എനർജി തരും. 50-90 ഗ്രാം പ്രോട്ടീൻ വേണം, അതും 1500 കലോറി തരും. ഒരു 100-200 ഗ്രാം സ്റ്റാർച്ച്, അത് ഏതാണ്ട് 1000 കലോറി തരും. ഇതെല്ലാം കൂടി ചേർന്ന് 2000-2500 കലോറിയിലെ എനർജി ബോഡിയുടെ നിലനിൽപ്പിന്. പിന്നെ കൂടുതൽ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കുറച്ച് കൂട്ടണം. ആ ഭക്ഷണത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ശരീരം വണ്ണം വെക്കില്ല. ആവശ്യത്തിന് കൊടുക്കുന്നതിനനുസരിച്ച് ശരീരം പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യും. നമ്മളുടെ ശരീരം വളരെയധികം ആവശ്യമുള്ള കാര്യങ്ങളാണ് കൂടുതലും എടുക്കുക. ഈ കൊളസ്ട്രോള് എന്നൊരു വാക്കിനെ കുറിച്ചും ഫൈബർ എന്ന വാക്കിനെ കുറിച്ചും എല്ലാവരും അറിയണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുമുണ്ട്, എല്ലാവരും പറയാറുമുണ്ട്. ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ് കൊളസ്ട്രോള് വിഷമാണെന്നുള്ളത്. 2ാം ലോക മഹായുദ്ധത്തിൽ മരിച്ച കുറേ വ്യക്തികളുടെ ഹാർട്ട് പഠിക്കാൻ വേണ്ടി ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ധാരാളം കൊളസ്ട്രോൾ ഉള്ളത് കണ്ടു. അതാണ് കൊളസ്ട്രോൾ ഹാർട്ട് അറ്റാക്കിന് കാരണമാകും, ഹാർട്ടിന് ഡേഞ്ചറസ് ആണെന്ന് പറയാൻ കാരണം. അവർ മരിച്ചത് കൊളസ്ട്രോൾ കൊണ്ടല്ല, അവർ വേറെ കാരണങ്ങൾ കൊണ്ടാണ് മരിച്ചത്. ഒന്ന് നോക്കുക, കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമുള്ള കോമ്പൗണ്ടാണ്. അത് സസ്യങ്ങൾ ഉണ്ടാക്കുന്നില്ല. പാലും വെണ്ണയും നെയ്യും മത്സ്യവും ഉൾപ്പെടെ സർവ മൃഗങ്ങളിലും ജന്തുക്കളിലും കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നുണ്ട്. മുട്ട ഉൾപ്പെടെ ഉള്ളതിൽ കൊളസ്ട്രോൾ ഉണ്ട്. 60 മില്ലിഗ്രാം കൊളസ്ട്രോൾ മുട്ടയിലുണ്ട്. ഒരു സസ്യത്തിലും ഇലയിലോ പൂവിലോ കായയിലോ പഴത്തിലോ എണ്ണയിലോ അല്ലെങ്കിൽ സസ്യ പ്രോഡക്റ്റിലോ കൊളസ്ട്രോൾ ഇല്ല. അതിലുള്ളത് ഫൈറ്റോസ്റ്റിറോളുകളാണ്. ഈ കൊളസ്ട്രോൾ 950 മില്ലിഗ്രാം, 1 ഗ്രാമോളം കൊളസ്ട്രോള് നമ്മളുടെ ശരീരം ഉണ്ടാക്കുന്നുണ്ട്. ശരീരത്തിൽ കൊളസ്ട്രോള് ഉണ്ടാക്കാൻ അറിയാം, അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശരീരത്തിന് അറിഞ്ഞൂടാ. യൂട്ടിലൈസ് ചെയ്യാൻ അറിയാം, പക്ഷെ ഡീഗ്രേഡ് ചെയ്യാൻ അറിഞ്ഞൂടാ. നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ ഉണ്ടാക്കാൻ അറിയാം, പ്രോട്ടീനെ ഡിപ്ലീറ്റ് ചെയ്ത് ഉപയോഗിക്കാനും അറിയാം. വൈറ്റമിൻസ് ഉണ്ടാക്കാൻ ശരീരത്തിന് അറിയാം, പക്ഷെ അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശരീരത്തിന് അറിയാം, അതും അറിയാം. കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ ശരീരത്തിന് അറിയാം, അത് യൂട്ടിലൈസ് ചെയ്യാനും ശരീരത്തിന് അറിയാം. പിന്നെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, omega-3 ഫാറ്റി ആസിഡ്, അത് ശരീരത്തിന് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ. അത് ഭക്ഷണത്തിലൂടെ കുറച്ച് ലഭിക്കണം. അത് സസ്യാഹാരം കഴിക്കുന്ന ഒരാളും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് സെപ്പറേറ്റ് കഴിക്കണ്ട, എല്ലാ സസ്യത്തിലും അതുണ്ട്. ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ശരീരത്തിന് വേണ്ട സാധനമാണ്, അത് വിഷമല്ല. അത് ശരീരം ഉണ്ടാക്കുന്നുണ്ട്. ടെൻഷൻ കൂടുന്നതിനനുസരിച്ച് കൊളസ്ട്രോളിന്റെ അളവ് 180-ൽ നിന്ന് 240-ലേക്ക് കൂടും. ഈ കൂടിയ കൊളസ്ട്രോൾ പെട്ടെന്ന് താഴില്ല. അത് നമ്മുടെ സ്കിന്നും മെംബ്രെയിനും ഒക്കെ ആയിട്ട് മാറണം.
അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനേ പറ്റുള്ളൂ. ഡീഗ്രേഡ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കളയാൻ ശരീരത്തിന് അറിഞ്ഞുകൂടാ. അപ്പൊ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല. കാരണം നല്ലോണം ശരീരം അനങ്ങി പണിയെടുത്താൽ മതി. കാരണം ഇത് യൂട്ടിലൈസ് ചെയ്യും പെട്ടെന്ന്. അല്ലാതെ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുന്നത് ഡേഞ്ചറസ് ആണ്, ആവശ്യമില്ലാത്തതാണ്. ധാരാളം പേര് കഴിക്കുന്നുണ്ട്, പിന്നെ അവരുടെ സ്വാതന്ത്ര്യം. ഇനി കൊളസ്ട്രോള് കേരളീയ ഭക്ഷണത്തിൽ ഏറ്റവും കുറച്ചേ ഉള്ളൂ. വികസിത രാഷ്ട്രങ്ങൾ, അമേരിക്ക, യൂറോപ്പ്, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ സ്റ്റാപ്പിൾ ഫുഡ് മീറ്റാണ്. അവരുടെ പ്രധാന ഭക്ഷണം മീറ്റാണ്. ഇവിടെ നമ്മൾ മീറ്റോ അല്ലെങ്കിൽ മത്സ്യമോ ചിക്കൻ കറിയോ കഴിക്കുന്നത് ചോറും മറ്റെല്ലാ കറികളുടെയും കൂട്ടത്തിൽ ഒരു ചെറിയ പീസായിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കൊളസ്ട്രോൾ കൂടുതൽ അകത്തേക്ക് കയറില്ല. ധാരാളം സസ്യാഹാരം കഴിക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ ഇറച്ചി കൂടി കഴിച്ചു എന്ന് വിചാരിക്കുക. ഇറച്ചിയോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. മാംസാഹാരത്തിന്റെ കുഴപ്പം ഞാൻ അടുത്ത ദിവസം പറയാം. അതില് ഫൈബർ ഉണ്ടെങ്കിൽ ഈ കൊളസ്ട്രോൾ വലിച്ചെടുക്കില്ല ശരീരം. ഫൈബറുമായിട്ട് ഈ കൊളസ്ട്രോൾ ഒരു ലൂസ് ബോണ്ട് ഉണ്ടാക്കും. ഇപ്പോഴും ഡോക്ടർമാർ കൊളസ്ട്രോള് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നുണ്ട്. എന്താ കാരണം അറിയോ? ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ സാധാരണക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സാർ എൻ്റെ കൊളസ്ട്രോളിന്റെ അളവ് വളരെ കൂടുതലാണ്. കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലായാൽ എന്താ? അതിൽ മരിക്കുന്ന ഒന്നും അതിനകത്തില്ല. ബ്ലഡ് പ്രഷർ കൂടും. അതെന്താ കാരണം അറിയാം? അനങ്ങാതെ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാ. ശരിക്കും കുറേശ്ശെങ്കിലും രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ സമയം കിട്ടുമ്പോഴൊക്കെ നടക്കുകയും ഒന്ന് ശരീരം മുഴുവൻ അനങ്ങുന്ന വിധത്തിലൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. ഈ കൊളസ്ട്രോള് ഫാറ്റി ആസിഡുമായിട്ട് ചേർന്ന് എസ്റ്റേഴ്സ് ആയിട്ട് മാറുകയാണ്. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനും ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനുമായിട്ട് മാറും. വെളിച്ചെണ്ണ മാതിരിയുള്ളത് കഴിച്ചാൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആയിട്ട് മാറും. ഹൈ ഡെൻസിറ്റി കഴിച്ചു കഴിഞ്ഞാൽ മറ്റേ ബാക്കിയുള്ള ഓയിലുകൾ, സോയാബീൻ ഓയില്, സൺഫ്ലവർ ഓയില്, റൈസ് ബ്രാൻ ഓയിൽ, ഇതൊക്കെ വളരെ നല്ലതാണ്. നല്ല എണ്ണയ്ക്ക് നല്ല എണ്ണ എന്ന് പേര് വന്നത് തന്നെ കാരണം അത് നല്ല എണ്ണ ആയതുകൊണ്ടാണ്. ഇന്നലെ ഹോർലിക്സിന്റെ അഡ്വർടൈസ്മെന്റ് കേട്ടു. DHA ഉണ്ടത്, ഡോക്കോസ ഹെക്സായിനോയിക് ആസിഡ് ആണ് DHA. ഹെക്സായിനോയിക് ആസിഡ് എന്ന് വെച്ചാൽ 26 അല്ലെങ്കിൽ 24, 22 ഒക്കെ കാർബണാറ്റമുള്ള ഈ ഫാറ്റി കോമ്പൗണ്ടുകൾ നമ്മുടെ ശരീരത്തിന് വേണം, കുട്ടികൾക്ക് വേണം. എത്രയാ വേണ്ട? മില്ലിഗ്രാം മതി. അത് ധാരാളം വെജിറ്റബിൾ ഓയിലുണ്ട്. ആനിമൽ ഫാറ്റിൽ അതില്ല, വെജിറ്റബിൾ ഓയിലുണ്ട്. അത് പ്രത്യേകിച്ച് അകത്തേക്ക് കഴിക്കേണ്ട ഒരു കാര്യവും ഇല്ല. പക്ഷെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോഴത്തേക്ക് അങ്ങ് കയറി കൊടുക്കുകയാണ് അരാക്കിഡോണോയിക് ആസിഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കുകയാണിത്. ഈ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ ഈ മരുന്ന് കഴിച്ചത് കൊണ്ട് പ്രയോജനം ഇല്ല. മറിച്ച് നിരന്തരം ആരോഗ്യത്തിന് ഉതകുന്ന വിധത്തിലുള്ള കുറച്ച് എക്സർസൈസുകളും വർക്കും, മെക്കാനിക്കൽ വർക്ക്, എക്സർസൈസ് ചെയ്യണമെന്നില്ല. നമ്മുടെ പറമ്പില്, പുരയിടത്തില്, അല്ലെങ്കിൽ നടക്കുന്നതില്, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതില് ചില സമയത്തൊക്കെ ഓട്ടോ ഒഴിവാക്കാം. സൈക്കിൾ ഉണ്ടെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കാം. കുറച്ചെങ്കിലും കൂടുതൽ നടക്കാം. അപ്പോൾ ഈ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഒന്നും നമ്മുടെ ബ്ലഡ് വെസലിൽ ഡെപ്പോസിറ്റ് ചെയ്യില്ല. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് ബ്ലഡ് വെസൽസിന്റെ ഡയമീറ്റർ കുറയുന്നത്, BP കൂടുന്നത്. ഡെപ്പോസിറ്റ് ചെയ്യാൻ അനുവദിക്കരുത്. ഹൈലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഡാൽഡ, വനസ്പതി, അതിപ്പോ കേരളീയർ ഉപയോഗിക്കണില്ല. കൂടുതൽ ഉപയോഗിക്കുന്ന ഗുജറാത്തിലാണ്. കേരളീയർ അത് ഉപയോഗിക്കാറില്ല. വല്ല ഉണ്ടെങ്കിൽ തന്നെ മൈസൂർ പാക്ക് ഉണ്ടാക്കാനോ ലഡു ഉണ്ടാക്കാനോ ഉപയോഗിക്കുന്നേ ഉള്ളൂ. അതേപോലെ ഇനി ഇത് ഞാൻ ഒരു ഭാഗം പറഞ്ഞേ ഉള്ളൂ. ഇനി കുറച്ചുകൂടി പറയാനുണ്ട്. എപ്പോഴും ഓർമ്മിക്കുക, നിങ്ങൾ വയറുവേദനയുണ്ട്, വയറിന് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ കുറച്ച് കായം സംഭാരത്തിൽ കലക്കി ഉപ്പിട്ടിട്ട് കുടിച്ചു നോക്കുക. അത് സൾഫർ കണ്ടന്റ് ഉണ്ട്. വയറിന്റെ പ്രോബ്ലത്തിന്റെ 50% നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. കായം വെള്ളത്തിലോ സംഭാരത്തിലോ മോരിലോ കലക്കി കുടിക്കുന്നു കഴിഞ്ഞാൽ ഗ്യാസ് പോകും, അബ്നോർമാലിറ്റി പോകും. സൾഫർ ഉണ്ട്, ഫുഡ് ഐറ്റം ആണത്. പിന്നെയും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത്തിരി അഷ്ടചൂർണപ്പൊടി, അഷ്ടചൂർണപ്പൊടി എന്ന് പറയാറില്ല, അഷ്ടചൂർണം, അത് ഒരു ചെറിയ പാക്കറ്റ് മേടിച്ചു വയ്ക്കാം. വയറിന് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത് കഴിക്കാം. അഷ്ടചൂർണത്തിലെ 8 ഫുഡ് ഐറ്റാണ്, കായവും ഫുഡ് ഐറ്റാണ്. അഷ്ടചൂർണത്തിലെ ചുക്കും അതിന് കൊത്തമല്ലിയും അതിലുപയോഗിക്കുന്ന 8 പോയിന്റുകളും കുരുമുളക് ഉൾപ്പെടെ ഫുഡ് ഐറ്റാണ്, മെഡിസിൻ അല്ല. അത് ഡ്രഗ് അല്ല, ഔഷധിയാണ്. ഔഷധമാണ്, മെഡിസിൻ അല്ല, ഔഷധമാണ്. ഔഷധികളിൽ നിന്നുണ്ടാവുന്നത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും 2-3 ടാബ്ലറ്റ്
ത്രിഫല കഴിച്ചു നോക്കാം. നെല്ലിക്ക, താന്നിക്ക, കടുക്ക, 3. നെല്ലിക്ക ഫുഡായിട്ടാണ്, താന്നിക്കയും കടുക്കയും ഫുഡല്ല, പക്ഷെ ഔഷധികളാണ്. അതും ഫുഡിലിടുന്നവരുണ്ട് ചെറിയൊരു ചവർപ്പ് കിട്ടാനായിട്ട്. അപ്പൊ അത് ഫുഡായിട്ടാണ്. ഇപ്പൊ ഈ അഷ്ടചൂർണം ഉപയോഗിച്ച് പഠിക്കുക. അതുപോലെ കായം കലക്കി കുടിക്കുക. വയറിന് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അതിനൊക്കെ ടാബ്ലറ്റ് ഒഴിവാക്കാം. ഇടയ്ക്ക് വയറിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ത്രിഫല ഉപയോഗിക്കാം. പൊടിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, ടാബ്ലറ്റ് ആയിട്ട് ഇന്ന് ലഭ്യമാണ്, അത് ഉപയോഗിക്കാം. അപ്പൊ ശരിക്കും നമ്മുടെ ശരീരത്തിൽ മരുന്ന് ഒഴിവാക്കാൻ എത്ര വഴികളാണുള്ളത്. നല്ല ചെറിയ എക്സർസൈസ് ചെയ്യുക, കൊളസ്ട്രോളിന്റെ പ്രോബ്ലം ഉണ്ടാവില്ല. ഹൈ ഡെൻസിറ്റി, ലോ ഡെൻസിറ്റി പ്രോട്ടീൻ എന്നൊക്കെ പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. അതൊക്കെ 1995, 2000, 2005 കാലയളവിൽ കുറെ റിസർച്ച് നടത്തി പുസ്തകം എഴുതി അതിൽ നിന്ന് ഒത്തിരി പേര് പൈസ ഉണ്ടാക്കി അതിനെ ഇല്ലാതെയാക്കാനുള്ള ടാബ്ലറ്റുകൾ അടിച്ച് കലക്കി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് തെറ്റാണെന്ന് 100% തെളിയിച്ചും കഴിഞ്ഞു. നാളികേരം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഏത് കറിയിലും ഫൈബർ ധാരാളം ഉണ്ട്. ഫൈബർ ചേർത്ത ബ്രെഡ് കഴിക്കേണ്ട ആവശ്യമില്ല. ചീരക്കറി കഴിക്കോ, അതുപോലെ തന്നെ വെജിറ്റബിള് നല്ല രീതിയിൽ പയറ് കഴിക്കാം. ചീരക്കറിയിൽ വാഴത്തട, അതുപോലെ വാഴപ്പൂവ്, വാഴക്കൂമ്പ്, മത്തങ്ങ, ഇതിലൊക്കെ ഫൈബർ ധാരാളം ഉണ്ട്. ഇനി ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രെഡോ ഒരു ഐറ്റമോ കഴിക്കേണ്ട ആവശ്യമില്ല. ഫൈബർ കൂടുതൽ വേണമെന്ന് പറയുന്നത് പ്രോട്ടീൻ ആയതുകൊണ്ടല്ല. ഫൈബർ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ മലവിസർജനത്തിനുള്ള സാധ്യതകളും ആഗ്രഹവും വളരെ കൂടും. മലവിസർജനം പെട്ടെന്ന് വേണമെന്ന് തോന്നും. മാംസം മാത്രം കഴിക്കുന്നവർക്ക് പുറത്തേക്ക് പോകാനൊന്നും ഉണ്ടാവില്ല. അതകത്ത് കുറേ നേരം അതിങ്ങനെ നിൽക്കുമ്പോൾ ഇൻഡസ്റ്റൈൻ ക്യാൻസർ, കോളൻ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ ഫൈബറിനെ കുറിച്ച് പറഞ്ഞു, കൊളസ്ട്രോളിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ ഇൻഡസ്റ്റൈൻ ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, എക്സർസൈസിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം തന്നെ മെഡിസിൻലെസ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. ആവശ്യമില്ലാത്ത മെഡിസിൻസ് ഒഴിവാക്കാം, കെമിക്കൽ ഒഴിവാക്കാം. പ്രണാമം, നമസ്കാരം.